നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25, 2026 ബുധൻ. അങ്ങനെ ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിങ്ങിനു ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിന് മികച്ച ഒരു തുടക്കത്തോടുകൂടി തന്നെ വ്യാപാരം ആരംഭിക്കുവാനും സാധിച്ചു. എങ്കിലും ഇന്നത്തെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോയെങ്കിൽ കൂടിയിട്ടും നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്ന് ആദ്യ സെക്ഷന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മാർക്കറ്റിന് ശക്തിയാർജിക്കുവാനും സാധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് 25,652 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും തുടർന്നുണ്ടായ ഇടിവിന്റെ ഫലമായിട്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിന്റെ തൊട്ടുമുകളിലായിട്ട് 25,428 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 57 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,487 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 50 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്കിലും 61,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകളിൽ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്നാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈയിൽ നിന്നും 350 പോയിന്റുകളുടെ നഷ്ടം നേരിട്ടുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,503 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, അതേസമയം ആകെ 1,424 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തുള്ളൂ. SBI, ITC, ഭാരതി എയർടെൽ, അദാനി പോർട്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ടാറ്റ സ്റ്റീൽ, HCL ടെക്നോളജീസ്, ബജാജ് ഓട്ടോ, ശ്രീറാം ഫൈനാൻസ്, TCS തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നിഫ്റ്റിയിൽ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി ബോർഡർ മാർക്കറ്റ്സുകൾക്കും തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.3%, സ്മോൾ ക്യാപ്പിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ, ഹെൽത്ത് കെയർ, IT, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ടെലികോം മേഖലയ്ക്ക് 1.5% ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.3% മുതൽ 0.6% വരെ ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി 90.95 എന്ന ലെവലിലായിട്ട് നോയൽ ടാറ്റ ആശങ്കകൾ ഉന്നയിച്ചതിനെ തുടർന്ന് ടാറ്റ സൺസ് ബോർഡ് ശ്രീ N ചന്ദ്രശേഖരനെ ചെയർമാനായി വീണ്ടും നിയമിക്കുന്നത് മാറ്റിവെച്ചെങ്കിലും ഇന്ന് TCS, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ 3% ഉയർച്ചയും അനുഭവപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുമുള്ള സോളാർ വൈദ്യുതി ഉൽപ്പന്നങ്ങൾക്ക് യുഎസിൽ അന്യായമായ സബ്സിഡി നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ നിന്നുമുള്ള സോളാർ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് യുഎസിൽ 126% തീരുവ ഏർപ്പെടുത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് സോളാർ സ്റ്റോക്കുകളിൽ അതിശക്തമായ ഇടിവും അനുഭവപ്പെട്ടു. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന 6 മാസത്തിനുള്ളിൽ NSE IX എന്ന പ്ലാറ്റ്ഫോം വഴി 30-ലധികം വരുന്ന അന്താരാഷ്ട്ര വിപണികളിൽ വ്യാപാരം നടത്തുവാൻ അനുവദിക്കുമെന്ന് NSEയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ബാലസുബ്രഹ്മണ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് 8.4% വരുന്ന സ്റ്റേക്കിന്റെ ബ്ലോക്ക് ഡീൽ നടന്നതിനാൽ സ്പൈസ് ജെറ്റിന്റെ ഷെയർ പ്രൈസിൽ 10% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് തുടർച്ചയായി 7 ട്രേഡിംഗ് സെഷന് കൊണ്ട് 25% ഇടിവാണ് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയും ഉണ്ടായത് ഇന്നത്തോടുകൂടി. ഇനി നമുക്ക് ഇന്ന് മികച്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ആ പോയിന്റുകളൊക്കെ ചോർന്നു പോവുകയും ഉണ്ടായി. ഇതിനെല്ലാം ശേഷം നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിനെ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. തുടർച്ചയായി അവസാന 5 ട്രേഡിംഗ് സെഷനിലെ അതിശക്തമായ ഇടിവിന് ശേഷം ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഒരു ഘട്ടത്തില് 3%-ലേറെ ഉയർച്ചയും നിഫ്റ്റി ITക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. എങ്കിലും പിന്നീട് നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് 1.5%-ലേറെ നേട്ടത്തോടുകൂടി അഥവാ 472 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 30,526 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്നലെ US മാർക്കറ്റിൽ AI ഉയർത്തുന്ന ആശങ്കകൾ മൂലവും പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളെയും തുടർന്ന് US മാർക്കറ്റിൽ ആശങ്ക
ഉടലെടുത്ത് പുറകോട്ട് പോയ യുഎസ് മാർക്കറ്റിൽ ഇന്നലെ അനലിസ്റ്റുകളുടെയൊക്കെ പുതിയ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വന്നതിനെ തുടർന്ന് ഇന്നലെ യുഎസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും ഇന്ന് നേട്ടത്തിൽ തന്നെയാണ് ഇന്ന് വ്യാപാരത്തിൽ തുടരുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സ് അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും മിനിങ്ങാന്ന് തിങ്കളാഴ്ചയും ഇന്ത്യ വിക്സിൽ അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഇന്നലെ ഫ്ലാറ്റ് ആയിട്ട് ഇന്ത്യ വിക്സിന് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഏകദേശം ഒരാഴ്ച കാലയളവിന് ശേഷം വീണ്ടും ഇന്ത്യ വിക്സിന് 14 എന്ന ലെവലിന് താഴെയായിട്ടും ക്ലോസിംഗ് ഇന്ന് രേഖപ്പെടുത്തുവാൻ സാധിച്ചു. 4.74% ഇടിവോടുകൂടി 13.48 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഗണ്യമായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. ഇതിനു പുറമെ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ 4 ഘടകങ്ങളുടെ സഹായത്താൽ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 76 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%, ഫ്രാൻസ് മാർക്കറ്റ് 0.25%, ജർമ്മൻ മാർക്കറ്റ് 0.5%, നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ആകെ സിംഗപ്പൂർ മാർക്കറ്റിന് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുള്ള ഉയർച്ച തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഏകദേശം 0.5%. അതേസമയം സ്വർണത്തിന്റെ വിലയിലും 0.25% ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $70.14 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $65.93 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5178 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വേദാന്ത നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 3000 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് ബോർഡ് അംഗീകാരം നൽകി. യാഷ് തേജ് ഇൻഡസ്ട്രീസ് ഇന്ന് സ്റ്റോക്ക് BSE SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 25% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വിക്രം സോളാർ ഗുജറാത്തിൽ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ ഒരു പ്രധാന പദ്ധതിക്കായി 378.75 മെഗാവാട്ട് ഉയർന്ന കാര്യക്ഷമതയുള്ള മോഡ്യൂളുകൾ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള ഓർഡർ ലഭിക്കുകയുണ്ടായി. ഇൻഡിഗോ നാവി മുംബൈയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അഹമ്മദാബാദ്, ദിയു, ഗോവ, രാജ്കോട്ട്, ബെൽഗാം, സോലാപൂർ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ ഉൾപ്പെടെ 6 സ്ഥലങ്ങളിലേക്ക് നേരിട്ട് സർവീസുകൾ പ്രഖ്യാപിച്ചു. കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മാർച്ച് 29 മുതൽ ഇവ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. മാൻ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രൊമോട്ടറായ ശ്രീ പരാഗ് കേശ ഓപ്പൺ മാർക്കറ്റ് വഴി കമ്പനിയുടെ 1,00,000 ഓഹരികൾ സ്വന്തമാക്കുകയുണ്ടായി. ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ €113.03 വില മതിക്കുന്ന EPC കോൺട്രാക്ട് ക്ലയന്റ് ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് AI അധിഷ്ഠിത ഓർക്കസ്ട്രേഷൻ വഴി സോഫ്റ്റ്വെയർ നവീകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഗിഫ്റ്റ് ലാബുമായി കമ്പനി സഹകരണം പ്രഖ്യാപിക്കുകയുണ്ടായി. യൂണിവാസ്തു ഇന്ത്യ മുംബൈ മെട്രോയ്ക്കായി അയൺകോൺ ഇന്റർനാഷണൽ നിന്ന് 455.7 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഫിൻകോർവേ ഫിനാൻഷ്യൽ സർവീസസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളുടെ സ്വകാര്യ പ്ലേസ്മെന്റ് വഴി 50 കോടി രൂപയുടെ ഫണ്ട് സമാഹരിക്കുന്നതിനായി ബോർഡ് അംഗീകാരം നൽകി. കോഫോജ് UK-യിലെ ഒരു ക്ലയന്റിൽ നിന്ന് 5 വർഷത്തേക്ക് 1400 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.